നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാനില്ല എന്ന നിലപാടെടുത്ത് കോൺഗ്രസ് നേതാവ് കെ ബാബു കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ കെ ബാബുവിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭയിൽ പാർട്ടി പരാജയപ്പെട്ടപ്പോഴും സന്തോഷം നൽകിയ വിജയം കെ ബാബുവിൻ്റേതായിരുന്നുവെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നത്. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട ആ മനുഷ്യന്റെ വേദന നന്നായി അറിയാമെന്നും ആൾക്കൂട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യന് ആ ആൾക്കൂട്ടം തന്നെ ഒരു ട്രോമയായി മാറിയ സാഹചര്യം അത്യന്തം വേദനാജനകമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നുണ്ട്. എന്താണ് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചത്? വിശദമായി തന്നെ നമുക്ക് നോക്കാം. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി പരാജയപ്പെട്ട വിഷമത്തിൽ നിൽക്കുമ്പോഴും വ്യക്തിപരമായി സന്തോഷം നൽകിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു തൃപ്പൂണിത്തറയിൽ ബാബു ചേട്ടന്റെ വിജയം. സംസ്ഥാനത്ത് ആകെ LDF ജയിച്ച തിരഞ്ഞെടുപ്പിൽ CPM ഏറ്റവും ആഘോഷിക്കുന്ന അവർ സ്റ്റാർ കാൻഡിഡേറ്റ് എന്ന് കരുതുന്ന സിറ്റിംഗ് MLA കൂടിയായ ശ്രീ M സ്വരാജിനെ ബാബുചേട്ടൻ തോൽപ്പിച്ചു എന്നുള്ളതായിരുന്നില്ല എൻ്റെ സന്തോഷത്തിന്റെ കാരണം. 2016 പരാജയപ്പെട്ട ദിവസം തൊട്ട് 2021 വരെയുള്ള ആ മനുഷ്യന്റെ ജീവിതത്തെ പറ്റി എനിക്ക് നല്ല ബോധ്യം ഉണ്ട്. അത് MLA അല്ലാത്തതിന്റെ അധികാര നഷ്ടബോധമല്ല, മറിച്ച് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയാണ് ആ മനുഷ്യനെ ബാധിച്ചത്. ആൾക്കൂട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യന് ആൾക്കൂട്ടം തന്നെ ഒരു ട്രോമയായി മാറി. ആരെങ്കിലും ഒന്ന് നോക്കിയാൽ അത് താൻ ചെയ്യാത്ത തെറ്റിൽ തന്നെ ക്രൂശിക്കുകയാണോ എന്നുവരെ ആ മനുഷ്യന് തോന്നിയ കാലം. വീട്ടിൽ ഒതുങ്ങിക്കൂടിയ ആ മനുഷ്യനെ സജീവമാക്കാൻ ഉമ്മൻചാണ്ടി സാർ ഒരുപാട് പരിശ്രമിച്ചു. ഒടുവിൽ 2021 ബാബുചേട്ടൻ വീണ്ടും മത്സരത്തിന് ഇറങ്ങിയപ്പോൾ ക്രൂരമായി അദ്ദേഹത്തെ വ്യക്തിപരമായി വേട്ടയാടിയിട്ടും തൃപ്പൂണിത്തുറ പോലെ ഒരു ഇടതുപക്ഷ മണ്ഡലത്തിൽ ഒരു ഇടതു തരംഗത്തിൽ അവർ അന്ന് പ്രസംഗിച്ചതുപോലെ അവരുടെ മെസ്സിയെ തോൽപ്പിച്ച് ബാബുചേട്ടൻ വീണ്ടും നിയമസഭയിലെത്തി. കള്ളൻ ബാബു എന്നും കോഴ ബാബു എന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിച്ചും കുടുംബത്തെയും കൂട്ടുകാരെയും വരെ പൊതുവിചാരണ നടത്തിയും മാധ്യമങ്ങളുടെ താറടിച്ച് നടന്ന CPM അതിനുശേഷം 10 വർഷം അധികാരത്തിൽ ഇരുന്നിട്ടും അവർ ഉന്നയിച്ച ഒരൊറ്റ ആരോപണം പോലും തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതല്ലെങ്കിലും സത്യം മാത്രമല്ലേ ആത്യന്തികമായി ജയിക്കും. ഇന്ന് ബാബുചേട്ടൻ വീണ്ടും അത്ഭുതമാവുകയാണ്. തനിക്ക് വീണ്ടും മത്സരിക്കാനും ജയിക്കാനും ഉറപ്പായും കഴിയുമെന്നിരിക്കെ താൻ ഇനി പാർലമെന്ററി രംഗത്തേക്ക് ഇല്ല എന്ന അദ്ദേഹത്തിന്റെ നിലപാട് അങ്ങേയറ്റം മാതൃകാപരമാണ്. ജനം പലകുറി തോൽപ്പിച്ചാൽ പോലും ഞാൻ കൂടി മത്സരിച്ചില്ലെങ്കിൽ ഈ നാട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് തെറ്റിദ്ധരിക്കുന്ന പലർക്കും ബാബുചേട്ടൻ മാതൃകയാണ്. മരിക്കുന്നത് ബോർഡ് വെച്ച കാറിലാകണമെന്ന് കരുതുന്നവരും ഇത് മാതൃകയാക്കണം. ചെറുപ്പക്കാരും മധ്യവയസ്കരും അവസരം കിട്ടാത്ത ജനകീയരായ മുതിർന്ന ആളുകളും അടക്കം പുതിയ ആളുകൾ വരട്ടെ എന്നത് ഒരു നല്ല ചിന്തയാണ്. ഏറ്റവും അനിവാര്യവരായ പാർട്ടി ഫേസായ പ്രധാന നേതാക്കൾ ഒഴികെ മറ്റു പലർക്കും ഇത്തവണ മാറി നിൽക്കണമെന്ന് ചിന്തിക്കാൻ തൃപ്പൂണിത്തറയിൽ ഏറ്റവും വിജയ സാധ്യതയുള്ള ബാബുചേട്ടന്റെ പിന്മാറ്റം ആവേശം നൽകട്ടെ. ബാബുചേട്ടൻ നിങ്ങൾ അഴിമതിക്കാരനല്ല, തോറ്റുപോയവനുമല്ല എന്ന് കുറ്റബോധത്തോടെ ഇന്ന് ഈ നാട് പറയുന്നുണ്ട്. നിറയെ സ്നേഹം, അഭിമാനം എന്ന് പറഞ്ഞാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാതെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ചെയ്യാത്ത കുറ്റത്തിന് വേട്ടയാടപ്പെട്ട മനുഷ്യനാണ് കെ ബാബു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പരോക്ഷമായി ഒക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ചില നേതാക്കന്മാർ അതായത് മാറി നിൽക്കാൻ തയ്യാറാകണം ഈ മത്സര രംഗത്ത് നിന്ന് എന്നൊരു കാര്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാനില്ല എന്ന് കെ ബാബു MLA കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. താൻ മത്സരിക്കുന്നില്ലെങ്കിലും തൃപ്പൂണിത്തുറ മണ്ഡലം UDF നിലനിർത്തുമെന്നും മികച്ച സ്ഥാനാർത്ഥിയെ പാർട്ടി നേതൃത്വം പ്രഖ്യാപിക്കുമെന്നും കെ ബാബു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനും മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷനുമൊപ്പം DCC ഓഫീസിലെത്തിയായിരുന്നു കെ ബാബുവിന്റെ വാർത്താ സമ്മേളനം. ഇത്തവണ മത്സരിക്കാനില്ലെന്ന് അദ്ദേഹം നേരത്തെ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നതായുള്ള വിവരവും പുറത്തു വന്നു. ഇപ്പോഴാണ് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുന്നത്. എന്തായാലും ഒരു പിൻഗാമിയെ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടില്ല. കാരണം പിൻഗാമിയെ നിർദ്ദേശിക്കാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് പോയി നോക്കൂ, വേറൊന്നും ശരിയായില്ല. 1991 തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥിയാകണമെന്ന് പറയാൻ വിളിച്ചപ്പോൾ AK ആന്റണി പറഞ്ഞ കാര്യങ്ങൾ കെ ബാബു ഓർത്തെടുത്തു. ഒന്ന് പോയി നോക്ക്, വേറൊന്നും ശരിയായില്ല എന്നായിരുന്നു AK ആന്റണി 1991 കെ ബാബുവിനോട് പറഞ്ഞത്. എന്നാൽ തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ തന്നെ കൈവിട്ടില്ലെന്നും 6 തവണ ജയിപ്പിച്ചെന്നും കെ ബാബു പറഞ്ഞു. എല്ലാ മേഖലയിൽ നിന്നും വലിയ പിന്തുണ പൊതുപ്രവർത്തന രംഗത്തുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും അല്ലാതിരുന്ന എന്നെ ഇവിടെ വരെ എത്തിച്ചതിൽ കോൺഗ്രസും തൃപ്പൂണിത്തുറയിലെ ജനങ്ങളും വലിയ പങ്ക് വഹിച്ചു. സാധാരണ
ചെറുപ്പക്കാരനായിരുന്ന എന്നെ 1991 കോൺഗ്രസ് നേതൃത്വം തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയാക്കി തീരുമാനിച്ചു. അന്ന് കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ച് ബാലികേറ മലയായിരുന്നു തൃപ്പൂണിത്തുറ. CPM-ന്റെ ഉറച്ച സീറ്റുകളിൽ ഒന്നായിരുന്നു. തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ എല്ലാ നിലയിലും വലിയ പിന്തുണ നൽകിയെന്നും കെ ബാബു പറഞ്ഞു. ഇക്കാലം അത്രയും വലിയ പിന്തുണയാണ് തനിക്ക് കിട്ടിയത്. 5 കൊല്ലം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായി. തൃപ്പൂണിത്തുറ ഇത്തവണ UDF പക്ഷത്ത് തന്നെ ഉണ്ടാകും. ഭരണമാറ്റം ഉറപ്പായ കാര്യമാണ്. പിഷാരടിയുടെ പേര് മാധ്യമങ്ങളിൽ വന്നത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം എന്തെങ്കിലും വന്നതായിട്ട് തനിക്ക് അറിയില്ല. മാധ്യമങ്ങളിൽ വന്നു എന്ന് കരുതി പാർട്ടിയുടെ തീരുമാനമാകണമെന്നില്ലല്ലോ. പാർട്ടി നേതൃത്വം സംസാരിച്ചതായും തനിക്കറിയില്ല. കോൺഗ്രസുമായി നല്ല ബന്ധമുള്ള ആളാണ് പിഷാരടി. കലാകാരന്മാരിൽ കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോമിൽ ധൈര്യപൂർവ്വം വരുന്ന ആളാണ് പിഷാരടി എന്നും കെ ബാബു വ്യക്തമാക്കി. നമുക്കറിയാം 1991 മുതൽ 2011 വരെ കെ ബാബു തൃപ്പൂണിത്തുറയിൽ തുടർച്ചയായി വിജയിച്ചെത്തിയിട്ടുണ്ട്. 2016 എം സ്വരാജിനോട് 4467 വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. 2021 സ്വരാജിനെ 992 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി മണ്ഡലം തിരിച്ചുപിടിച്ച ചരിത്രമുണ്ട് കെ ബാബുവിന്. എ ഗ്രൂപ്പിന്റെ ജില്ലയിലെ പ്രധാന നേതാവ് കൂടിയാണ്. മുൻ എക്സൈസ് മന്ത്രി കൂടിയായ കെ ബാബു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അദ്ദേഹത്തിനെതിരെ ED കേസുണ്ട്. നേരത്തെ ബാബുവിന്റെ 25 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താനില്ല എന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും മത്സരിക്കണമെന്ന് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ എന്തായാലും താൻ മത്സരിക്കാനില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. 1991 തിരഞ്ഞെടുപ്പിൽ CPM-ന്റെ മുതിർന്ന നേതാവ് MM ലോറൻസിനെയാണ് 4946 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ആദ്യമായി MLA ആയി അദ്ദേഹം മാറിയത്. പിന്നീട് തൃപ്പൂണിത്തുറയിൽ 1996 CPM-ലെ ഗോപി കോട്ടമുറിക്കലിനെ 14,773 വോട്ടുകൾക്കും 2001 കെ ചന്ദ്രൻപിള്ളയെ 24,296 വോട്ടുകൾക്കും 2006 KN രവീന്ദ്രനാഥിനെ 7,342 വോട്ടുകൾക്കും 2011 CM ദിനേശ് മണിയെ 15,778 വോട്ടുകൾക്കും കെ ബാബു പരാജയപ്പെടുത്തി. 2016 ബാർകോഡ് ആരോപണത്തിന് പിന്നാലെ എം സ്വരാജിനോട് മത്സരിച്ച് പരാജയപ്പെടുകയായിരുന്നു. 2021 തിരഞ്ഞെടുപ്പിൽ എം സ്വരാജിനെ പരാജയപ്പെടുത്തി വീണ്ടും MLA ആയി. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ എക്സൈസ്, തുറമുഖ, ഫിഷറീസ് മന്ത്രിയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് വന്ന വ്യക്തിയാണ് അദ്ദേഹം. അങ്കമാലി നഗരസഭയുടെ ആദ്യ ചെയർമാൻ കൂടിയാണ്. 1979 മുതൽ 80 അത്. ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർമാനായിരുന്നു. എന്തായാലും തൃപ്പൂണിത്തുറയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ 3 പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന സാന്നിധ്യമായിരുന്നു കെ ബാബു. അദ്ദേഹം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നു എന്ന പ്രഖ്യാപനം അത് ഒന്നടങ്കം ഒരു ഞെട്ടൽ തന്നെയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചുണ്ടാക്കിയിരിക്കുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതൊരു വിടവാങ്ങൽ പ്രസംഗമായിട്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നുള്ള വിടവാങ്ങൽ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ സേവനം, അദ്ദേഹം നേടിയ നേട്ടങ്ങൾ, അദ്ദേഹം നേടിയ ജയങ്ങൾ അതൊക്കെ പാർട്ടിക്ക് മുന്നിൽ വലിയൊരു മാതൃകയായിട്ട് നിൽക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കെ ബാബുവിന്റെ പിന്മാറ്റം തൃപ്പൂണിത്തുറയിലെയും എറണാകുളം ജില്ലയിലെയും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇടതുകോട്ടയായിരുന്ന തൃപ്പൂണിത്തുറയെ വലത്തോട്ട് തിരിച്ചത് ബാബുവിന്റെ വ്യക്തിപരമായ സ്വാധീനമാണ്. ആ വ്യക്തിപരമായ സ്വാധീനത്തിലൂന്നി വീണ്ടും UDF-ന് തൃപ്പൂണിത്തുറയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം തൃപ്പൂണിത്തുറയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അതായത് BJP-ക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചില മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് തൃപ്പൂണിത്തുറ മാറിയിരിക്കുകയാണ്. LDF-ഉം പ്രതീക്ഷ കൈവിടുന്നില്ല. അപ്പോൾ കെ ബാബുവിന്റെ അഭാവത്തിൽ തൃപ്പൂണിത്തുറയിൽ ആരാണ് ജയിക്കുക, ആരെയാണ് UDF ഇറക്കുക കെ ബാബുവിന്റെ പകരക്കാരനായിട്ട്, പിൻഗാമിയായിട്ട്? LDF സ്ഥാനാർത്ഥി ആരാണ്, BJP സ്ഥാനാർത്ഥി ആരാണ്, ആര് ജയിക്കും തൃപ്പൂണിത്തുറ? ചോദ്യം ബാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.